നമസ്കാരം എൻ്റെ എല്ലാ പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫിസിക്സിന്റെ ന്യൂമറിക്കൽസ് ആണ്. ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ആണ്. സ്റ്റേറ്റ് സിലബസുകാർക്കും CBSE-കാർക്കും ഒരേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തും. ഇപ്പം നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു, കുറേ ടോപ്പിക്കുകൾ പഠിച്ചു അല്ലേ. ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അതിൻ്റെ ഇമ്പോർട്ടൻസ്, തേർഡിലോ റീകോയിൽ ഓഫ് എ ഗൺ, മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്, ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. നമുക്കിനി കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്യും. ഈ പ്രോബ്ലംസ് ഫിസിക്സിനകത്ത് എന്തുകൊണ്ടാണ് +1 +2 ഇത്രയും ഫിസിക്സ് ഇത്രയും ടഫ് ആകാനുള്ള ഒരു കാരണത്തിൽ ഒന്ന്, ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. അത് നമ്മൾ നന്നായിട്ട് അത് ചെയ്ത് പഠിക്കണം. അതിനൊരു മെത്തേഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ചുമ്മാതെ എഴുതി വെക്കുന്നതിനല്ല മാർക്ക്, കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ സ്റ്റെപ്പുകൾക്കും ഒക്കെ മാർക്കുണ്ട്. ഫൈനൽ ഉത്തരം തെറ്റിയാൽ പോലും ബാക്കിയുള്ളതിന് അത്രയും മാർക്ക് നമുക്ക് കിട്ടും. അന്നേരം ഫൈനൽ ഉത്തരം ശരിയാണെങ്കിൽ കംപ്ലീറ്റ്, അന്നേരം അതെല്ലാം ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഇത്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഉറപ്പായിട്ടും. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുമായിരിക്കും ഇതിന്റെ ഉറപ്പായിട്ടും ക്ലാസ്സുകളെല്ലാം. അന്നേരം ഇന്ന് നമ്മൾ ഇത്രയും സിമ്പിളായിട്ട്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് പോലും എത്രയും സിമ്പിളായിട്ട് പഠിക്കാൻ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അന്നേരം കാണുന്ന കുട്ടികൾ ഒന്നുകൂടെ ഓർക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ മണിയൊക്കെ അടിച്ച് കാണുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലോസ് ഓഫ് മോഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത, നമ്മൾ ഈ ലോസ് ഓഫ് മോഷൻ അതിൽ പ്രത്യേകത ഉണ്ട്. ഗണ്ണും ബുള്ളറ്റും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുന്നതായിരിക്കത്തില്ല. അന്നേരം ഇതിപ്പം റീകോയിൽ ഓഫ് എ ഗണ്ണായിരിക്കാം, പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഗണ്ണെന്നും ബുള്ളറ്റ് തന്നു കഴിഞ്ഞാൽ അയ്യോ അത് റീകോയിൽ ഓഫ് എ ഗണ്ണാണോ, ഞങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ആയത് കോൺഫിഡൻസ് ആണ്. ഇനി ചെയ്യുന്ന എളുപ്പ രീതി, നിങ്ങളെ എളുപ്പമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് നല്ല, നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാനോ ഇരിക്കുമ്പോൾ വളരെ റിലാക്സ് ചെയ്ത് സിമ്പിളായിട്ട് ഇരുന്ന് ക്ലാസ് ചെയ്യണം കേട്ടോ. ഫിസിക്സ് വളരെ സിമ്പിളായിട്ട് പഠിക്കും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ യൂട്യൂബിനകത്ത് കമന്റ് ചെയ്യും. അതുപോലെ സിമ്പിളായിട്ട് പഠിക്കും. നോക്കൂ, എ ഷെൽ ഓഫ് മാസ്. ഷെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ബുള്ളറ്റ് ആകാം, ഷോട്ട് ആകാം, വെടിയുണ്ട എന്നുള്ളത് എടുത്താൽ മതി. എ ഷെൽ ഓഫ് മാസ്, ബുള്ളറ്റിന്റെ മാസ് 0.02 കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട്. ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോട്ടിന്റെ മാസ് തന്നിട്ടുണ്ട്. ഈസ് ഫയർഡ് ഫ്രം എ ഗൺ ഓഫ് മാസ്. ഗണ്ണിന്റെ മാസ് തന്നിട്ടുണ്ട് 100 കിലോ, 100 കിലോയാണ്. ഇഫ് ദി മസിൽ സ്പീഡ് ഓഫ് ദി ഷെൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബുള്ളറ്റ് പോകാൻ എടുക്കുന്ന വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെ പറയുന്ന പേരാണ് മസിൽ സ്പീഡ്. റീകോയിൽ ഓഫ് എ ഗൺ നമ്മൾ അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മസിൽ സ്പീഡ് ഓഫ് ദി ഷെൽ ഈസ് 80 meter per second. 80 meter per second. What is the recoil speed of the gun? Recoil speed എന്ന് പറഞ്ഞാൽ recoil velocity ആണ്. കാരണം എന്തൊക്കെ തന്നേക്കുന്നത് ഞാൻ നമ്മളെല്ലാം പാചകം ചെയ്യാൻ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കുമല്ലോ, അതുപോലെ നമുക്ക് എടുത്തു വെക്കാം. അതിനെല്ലാം മാർഗങ്ങളാണ്. എ ഷെൽ ഓഫ് മാസ്, ബുള്ളറ്റിന്റെ മാസ് എപ്പോഴും എടുക്കേണ്ടത്, ബുള്ളറ്റ് ചെറുതല്ലേ, എന്നാൽ അതിന്റെ മാസ് സ്മോൾ എം ആണ്. അതിന്റെ തിയറി മനസ്സിലാക്കി, തിയറി എന്റെ ക്ലാസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എം ആണ്. സ്മോൾ എം എഴുതുമ്പോൾ സ്മോൾ എം ആയിട്ട് തന്നെ എഴുതുന്നത്, ക്യാപിറ്റൽ എം ആയിട്ട് എഴുതരുത്. ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എം ആണ്. അത് എത്രയാണ്? 0.02 കിലോഗ്രാം അല്ലെ. ഈസ് ഫയർഡ് ഫ്രം എ ഗൺ ഓഫ് മാസ് 100 കിലോഗ്രാം. മാസ്, ഏതിന്റെ മാസ്? നമ്മൾ കൊലമാസ്, മരണമാസ് കേട്ടിട്ടുണ്ട്. ഗണ്ണിന്റെ മാസ്, ഗണ്ണെന്ന് പറയുന്നത് വലുപ്പം കൂടുതലാണ് അല്ലെ, ഗണ്ണിന് തോക്കാണ്. അന്നേരം അതിന്റെ മാസ് നമ്മൾ എപ്പോഴും എടുക്കേണ്ട ക്യാപിറ്റൽ എം ആണ്. ഇത് തെറ്റിക്കരുത്. ബുള്ളറ്റിന്റെ മാസ് അല്ലെങ്കിൽ ഷോട്ടിന്റെ മാസ് അല്ലെങ്കിൽ ഷെല്ലിന്റെ മാസ് സ്മോൾ എമ്മും, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഗണ്ണിന്റെ മാസ് എടുക്കേണ്ടത് 100 കിലോഗ്രാം, 100 കിലോ.
പട്ടാളക്കാരൊക്കെ സമ്മതിച്ചു കൊടുക്കണം, എത്രയും വെയിറ്റ് എടുത്ത് വെച്ചാണ് ആനത്തുന്നത് അല്ലേ. ഇഫ് ദി മസിൽ സ്പീഡ് ഓഫ് ദി ഷെൽ ഈസ്, മസിൽ സ്പീഡ് എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ സ്പീഡാണ്. ബുള്ളറ്റിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് സ്മോൾ വി മതി. സ്മോൾ വി എന്ന് പറയുന്നത് 80 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് റീകോയിൽ സ്പീഡ്. റീകോയിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വി ആണ്. ഇതാണ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നിങ്ങൾ ക്യാപിറ്റൽ വി ഫിസിക്കൽ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടണമെന്നില്ല, വി ആണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി, അത് ക്യാപിറ്റൽ വി കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഡേറ്റ എല്ലാം എഴുതി. ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ ഡേറ്റ കൊണ്ട് എടുത്തെഴുതിയാൽ മതി. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ത് എളുപ്പമാണ് പ്രോബ്ലം ചെയ്യാൻ. ഇത്രയും കാര്യം എഴുതിയാൽ ഒരു മാർക്ക് കിട്ടിയേ. ഇനി കൃത്യമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഇതിന് വേണ്ട ഇക്വേഷൻ സെലക്ട് ചെയ്യണം. അന്നേരം റീകോയിൽ വെലോസിറ്റി ഇക്വേഷൻ v is equal to capital V is equal to minus mv minus small v by capital N. ഇതാണ് ഇക്വേഷൻ. അന്നേരം ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ തന്നെ അങ്ങനെ തെറ്റിക്കരുത്. അന്നേരം v is equal to ആണ്. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാർക്ക് കൂടെ കിട്ടിയേക്കാം. അന്നേരം 2 മാർക്കായി, 3 മാർക്ക് 2 മാർക്ക്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, മൈനസ് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, സ്മോൾ എമ്മിന് പകരം 0.02 ഇൻറ്റു സ്മോൾ വിക്ക് പകരം 80 ബൈ ക്യാപിറ്റൽ എമ്മിന് പകരം 100. ഇത്രയേ ഉള്ളൂ. മൈനസ് സ്മോൾ എമ്മിന് പകരം 0.02 അല്ലെ, വിക്ക് പകരം 80 ബൈ ക്യാപിറ്റൽ എമ്മിന് പകരം 100. v is equal to എന്തായാലും മൈനസിൽ ഉത്തരം എടുത്തു, മൈനസ് 0.016 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കണം ഈ ഉത്തരം കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്ററെ തന്നെത്താൻ ചെയ്ത് നോക്കണം. കാരണം കാൽക്കുലേറ്റർ തന്നെത്താൻ ചെയ്ത് നോക്കിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പരീക്ഷ വരുമ്പോൾ നമ്മൾ ഈ കാൽക്കുലേറ്റർ എടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പറയൂ എനിക്ക് ശരിയാകുന്നില്ല. സയന്റിഫിക് കാൽക്കുലേറ്റർ ഒക്കെ എടുത്തിട്ട് ചിലർ അങ്ങോട്ട് ടച്ച് ചെയ്യോ ഓണാക്കിയോ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ നിങ്ങൾ ചെയ്ത ആ കാൽക്കുലേറ്ററുമായിട്ട് നമുക്കൊരു ഒരു പരിചിതമാകണം. അത് നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യുമല്ലോ. കാൽക്കുലേറ്ററിൽ നിന്ന് ചെയ്ത് നോക്കണം. അന്നേരം v is equal to minus 0.016 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് ടിപ്പുണ്ട്. ടിപ്പിൽ ഒരെണ്ണം അറിഞ്ഞിരിക്കേണ്ട, ഏത് പ്രോബ്ലം ചെയ്താലും യൂണിറ്റ് എഴുതാൻ വിട്ടുപോയാൽ മാർക്ക് കുറയ്ക്കാം. അന്നേരം റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഞാൻ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് മൈനസ് വന്നു? ഉറപ്പായിട്ട് കൺഫേം 100% കൺഫേം ആയിട്ട് പറയാം, റീകോയിൽ വെലോസിറ്റി ചോദിച്ചാൽ എപ്പോഴും മൈനസിലെ ഉത്തരം കിട്ടത്തുള്ളൂ 100%. എന്തുകൊണ്ടാണ്? ബാക്ക്വേർഡ് മോഷൻ ഓഫ് ദി ഗണ്ണിനെയാണ് നമ്മൾ റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പുറകിലോട്ടുള്ളതാണ്. ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ നല്ല ഒരു നെഗറ്റീവ് ആണ്. എപ്പോഴും റീകോയിൽ വെലോസിറ്റി ഉത്തരം എന്തിലേ കിട്ടത്തുള്ളൂ? മൈനസിലേ കിട്ടത്തുള്ളൂ. 100 അല്ല 101% ഉറപ്പാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്ത് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്തു, ഇതൊക്കെ വലിയ വലിയ സംഭവമാണ് പ്രോബ്ലം എന്ന് വിചാരിക്കേണ്ട, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ പരിപാടി. ശ്രദ്ധിക്കുക, ഡേറ്റ എഴുതുക, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക, അതിനാപ്റ്റായ ഇക്വേഷൻ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരത്തിലോട്ട് വെക്കുക, കാൽക്കുലേറ്റർ ഉത്തരത്തിലോട്ട് നോക്കുക, യൂണിറ്റ് എഴുതണം. കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്ത് പഠിക്കണം. ഈസി വാ, ഓക്കെ വാ. അന്നേരം ഒരുപാട് വട്ടം ഡ്യൂപ്ലിക്കേറ്റ്സ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് ഇതുപോലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ശ്രദ്ധിച്ച് ഉറങ്ങാതെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇപ്പം ക്രിക്കറ്റ് ഒക്കെ നടക്കുമല്ലേ, IPL ഒക്കെ വളരെ കാര്യമായിട്ട് നടക്കുന്ന സമയമാണ്. അതായത് നമ്മള് ബെസ്റ്റ് ഒരു പ്രോബ്ലം, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ക്രിക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷെ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇനി നിങ്ങൾക്ക് തെറ്റത്തില്ല, ഉറപ്പാണ്. ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ബാറ്റ്സ്മാൻ hits back a ball. A batsman hits back a ball straight in the direction of bowler without changing its initial speed of 12 meter per second. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതിരിക്കാനായിട്ട് ഒരു പോംവഴി അല്ലെങ്കിൽ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ 1-2 വട്ടം ഒന്ന് വായിക്കുക. നമുക്ക് ചിലപ്പം ഒരു വട്ടം വായിക്കുമ്പോൾ മനസ്സിലായെങ്കിൽ ഒരു വട്ടം ഒന്ന് വായിക്കുമ്പോഴത്തേന് ക്ലിയർ ആവും. പതുക്കെ വായിച്ചു നോക്കിയാൽ
if the mass of the ball is 0.15 kilogram, determine the impulse. Impulse ആണ് കണ്ടുപിടിക്കേണ്ടത്. സംശയമില്ല, ഇമ്പൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇമ്പൾസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇമ്പൾസിന്റെ പ്രൂഫ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരുന്നത് വീഡിയോസ് ഒക്കെ നോക്കുവാണെങ്കിൽ അന്നേരം അതാണ് പറയുന്നത്, എപ്പോഴും ഫിസിക്സിന് തിയറി ആയിട്ട് കണക്ട് ചെയ്താണ് പ്രോബ്ലംസ് ചോദിക്കുന്നത്. അതായത് തിയറി പാർട്ട് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഒരു സബ്ജക്റ്റ് പോലെയല്ല ഫിസിക്സ് നല്ല പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, തിയറി പാർട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോളോ. ഓക്കെ. A batsman hits back a ball straight in the direction of bowler without changing its initial speed of 12 meters per second. എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയില്ല. ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യണം, ഇത് ബാറ്റ് ചെയ്യുന്ന സ്ഥലം ബാറ്റ് ചെയ്യാണ്. ആ ബാറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നതാണ് 12 meter per second. A batsman hits back a ball. ഇങ്ങനെ ബോൾ തിരിച്ചങ്ങോട്ട് ബോളറിന്റെ അങ്ങോട്ട് കൃത്യമായ ഡയറക്ഷൻ ഇട്ടതാക്കാം. അന്നേരം ആ ബാറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 12 meter per second അല്ലേ? അന്നേരം നമുക്ക് ഒരു സ്പീഡ് തന്നിട്ടുണ്ട്, യു ആയിട്ട് എടുക്കണം അതിന് 12 meter per second. അന്നേരം നിങ്ങൾക്ക് ചോദിക്കാം എന്താ വി ആയിട്ട് എടുക്കുന്നത്? കാരണം ഉണ്ട്, അവിടെ ഒരു ഡേറ്റ ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. ബോൾ ചെയ്താലല്ലേ നമുക്ക് ബാറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം അവിടെ നിന്നായിരിക്കുമല്ലോ ബോൾ ചെയ്യുന്നത് അല്ലേ? അവിടെ നിന്ന് ഇങ്ങനെ ബോൾ ചെയ്യുന്നു. എന്താ പറഞ്ഞേക്കുന്നത്? എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ സ്ട്രേറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ബോളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ഓഫ്. വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ബോളർ ബാറ്റ്സ്മാൻ ഇവിടുന്ന് ബാറ്റ് ചെയ്യുന്നു, ബോളർ അവിടെ നിന്ന് ബോൾ ചെയ്യുന്നു. ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്ത സ്പീഡാണ് 12 meter per second. വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് എന്ന് പറയുന്ന ഇനീഷ്യൽ സ്പീഡിന് യാതൊരു വ്യത്യാസവും ഇല്ല. അവിടുന്ന് ബോൾ ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്തു, അതേ സ്പീഡിൽ തന്നെ. അങ്ങനെ ബോളർ എത്ര സ്പീഡിൽ ബോൾ ചെയ്തോ അതേ സ്പീഡിൽ ബാറ്റ്സ്മാൻ. പക്ഷെ ബാറ്റ്സ്മാനും ബോളർ നിങ്ങൾ നോക്കിയേ, ബോളർ അവിടെ നിന്ന് ബോൾ ചെയ്തു, ബാറ്റ്സ്മാൻ തിരിച്ച് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയി. അന്നേരം നമുക്ക് വെലോസിറ്റി വി ആയിട്ട് എടുക്കാം. ഏതെങ്കിലും ബാറ്റ്സ്മാന്റെ ബോളറിന്റെ ഏതായിട്ട് എടുത്താലും ഇതേ സ്പീഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് നിങ്ങളെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള സാധ്യത. അന്നേരം ബോളർ ബോൾ ചെയ്യുന്നതായിട്ട് എടുത്തോ നിങ്ങൾ 12 meter per second ആണ്, അതേ സ്പീഡിൽ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യും. അന്നേരം അത് ബോളർ അവിടെ നിന്ന് ബോൾ ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊണ്ട് ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യും. രണ്ട് ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ കൊണ്ടല്ലോ ബാറ്റ് ചെയ്യുന്നത്. അന്നേരം ഒരെണ്ണം അങ്ങോട്ട് എറിയുന്നത് ബോൾ ചെയ്യുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആണ്. കാരണം അതേ സ്പീഡ് തന്നെയാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് നമ്മളൊരു മൈനസ് കൊടുക്കും. അന്നേരം എന്തുകൊണ്ടാണ് മൈനസ് വന്നൊരു സംശയം വേണ്ട. അന്നേരം യു എഴുതി വി എഴുതി. ഇഫ് ദി മാസ് ഓഫ് ദി ബോൾ ഈസ്, അത് എളുപ്പം, മാസ് എം എന്ന് പറയുന്നത് 0.15 kilogram. നിങ്ങൾ താഴെ 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 എഴുതി പോവുക. ഞാൻ ഇങ്ങനെ വരയിട്ട് ഇങ്ങനെ എഴുതി പോകും. നിങ്ങൾ താഴെ താഴെ എഴുതി പോകും. ഇങ്ങനെ വര എഴുതിയിട്ട് എഴുതി കഴിഞ്ഞാൽ മൊത്തം വെട്ടിക്കളെ പരീക്ഷ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഇമ്പൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കുറെ ഇക്വേഷൻ വരും. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ സാർ പഠിപ്പിച്ചിട്ടില്ലേ, ഫോഴ്സ് ഇൻടു ടൈം. ഇവിടെ ഫോഴ്സും ഇല്ല ടൈമും ഇല്ല. ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൊടുക്കും, വേണ്ട ഇനി ചെയ്യുന്നില്ല, ഇത് ഇൻഡയറക്റ്റ്, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, നമ്മൾ വിട്ടുകളഞ്ഞു. അല്ല, നമ്മൾ വേറൊരു ഇമ്പൾസിനെ കുറിച്ചൊരു പ്രൂഫ് പഠിച്ചിട്ടുണ്ട്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു, ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഐ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ, മൊമെന്റ് എന്ന് പറഞ്ഞാൽ പി ആണ്, ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഡി പി ആണ്. 3 മാർക്കിന്റെ പ്രോബ്ലം ആണേ. ഐ ഈസ് ഈക്വൽ ടു ഡി പി. അന്നേരം നിങ്ങളായിരിക്കും ഇവിടെ പി തന്നേക്കുന്നേ. ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പറഞ്ഞിരിക്കും. ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. 2 മൊമെന്റ് എടുക്കാം. ഫൈനൽ ഇവിടെ യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്പീഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ മൊമെന്റം ആണ് എം വി. എം യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റം ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എം വി മൈനസ് എം വി. അന്നേരം നമുക്ക് ഡി പിക്ക് പകരം എം വി മൈനസ് എം യു എന്ന് കൊടുക്കാമല്ലോ. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഡി പിക്ക് പകരം എം വി മൈനസ് എം യു. ഓക്കെയോ? ഐ ഈസ് ഈക്വൽ ടു, ഇതിന്ന് രണ്ടിടത്തുനിന്നും നമുക്ക് എന്ത് കോമൺ എടുക്കാമെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എം കോമൺ എടുക്കാം, എം ഇൻറ്റു വി മൈനസ് യു. ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക് നോക്കിയേ, എം ഉണ്ട്,
വി ഉണ്ട്, യു ഉണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് പിറക്കി അങ്ങോട്ട് ഇട്ടാൽ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഐ ഈസ് ഈക്വൽ ടു എമ്മിന് പകരം 0.15 ഇൻറ്റു വിക്ക് പകരം -12, യുവിന് പകരം 12 ആണ്, പക്ഷെ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, അന്നേരം -12. ഇവിടെയൊക്കെ പലരും തെറ്റിക്കും, പലരും ശ്രദ്ധിച്ചോ. ഐ ഈസ് ഈക്വൽ ടു 0.15 ഇൻറ്റു -12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -24 കണ്ടാ, -24. ഐ ഈസ് ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു മൈനസിലായിരിക്കും, -3.60. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഓർമ്മയിൽ നിന്ന് എടുക്കുന്ന ഉത്തരവായിരിക്കും. -3.60 യൂണിറ്റ് എഴുതുമ്പോൾ ഇമ്പൾസിന്റെ യൂണിറ്റ് ഒരു 90% പേര് തെറ്റിക്കും. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്? ഇമ്പൾസിന്റെ യൂണിറ്റ് ഫോഴ്സ് ഇൻറ്റു ടൈം, ഫോഴ്സിന്റെ ന്യൂട്ടൺ, ടൈമിന്റെ സെക്കൻഡ്. അന്നേരം -3.60 ന്യൂട്ടൺ സെക്കൻഡ്. ഇപ്പോഴാണ് പ്രോബ്ലം ചെയ്യുന്നത്. സൂപ്പറായിട്ട് പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ 3 മാർക്ക് വെച്ച് ചെയ്യുമ്പോൾ പലരും എഴുതാതെ വിടാനുള്ള കാരണം അതിന് കൃത്യമായിട്ട് എൻ്റെ മീനിങ്ങും മനസ്സിലായിട്ടില്ല, അർത്ഥം മനസ്സിലായിട്ടില്ല, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കത്തില്ല, ടെൻഷനായി. ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണം. നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം ഫിനിഷ് ചെയ്യും. ക്ലിയർ? നല്ല സമയം എടുത്താണ് ഫിനിഷ് ചെയ്യും. ഓക്കെ, അന്നേരം അടുത്ത ക്വസ്റ്റ്യൻ. എന്നാലും നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ബുള്ളറ്റ് ഓഫ് മാസ്. അങ്ങനെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. റീകോയിൽ ഓഫ് എ ഗൺ, ഈ ബുള്ളറ്റ് വന്നേ, ഗണ്ണ് വന്നേ, റീകോയിൽ ഓഫ് എ ഗണ്ണാണേ, അങ്ങനെ വിചാരിക്കരുത്. അതിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു കണ്ടു. A bullet of mass 0.04 kilogram moving with a speed of 90 meter per second enters a heavy wooden block and it is stopped at a distance of 60 centimeter. What is the average resistive, very important, resistive force exerted by the block on the bullet? കണ്ടുപിടിക്കേണ്ടത് ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയാം. നമുക്കിനി തന്നിരിക്കുന്ന ഡേറ്റ ഒക്കെ നൈസായിട്ട് ഒന്ന് എഴുതി നോക്കാം. എ ബുള്ളറ്റ് ഓഫ് മാസ് 0. ബുള്ളറ്റിന്റെ മാസ് നമുക്ക് സ്മോൾ എമ്മിൽ എഴുതാം. സ്മോൾ എം 0.04 കിലോഗ്രാം. കണ്ടോ, തന്നിരിക്കുന്ന ഡേറ്റ ഒക്കെ എഴുതുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. പക്ഷെ ഡേറ്റ ഫിസിക്സിൽ ചിലത് ഒളിഞ്ഞു കിടക്കും, അതാണ് പ്രശ്നം. നമുക്ക് അതിനെ കണ്ടുപിടിക്കണം. മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 90 മീറ്റർ പെർ സെക്കൻഡ്. ആ ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന ഇനീഷ്യൽ സ്പീഡാണ്, തുടങ്ങുന്ന സ്പീഡാണ്. എന്നിട്ട് യു എഴുതാം, യു 90 മീറ്റർ പെർ സെക്കൻഡ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, സാർ എന്താ വി എന്ന് എഴുതാം? പറയാം, അവിടെ ഒരു ക്വസ്റ്റ്യൻ, അതൊരു സമയം കിടപ്പുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പരിശീലിച്ചാലല്ലേ അങ്ങനെ മനസ്സിലാകത്തുള്ളൂ. 90 മീറ്റർ പെർ സെക്കൻഡ് enters a heavy wooden block and it is stopped. എന്നാലും ബുള്ളറ്റ് വന്നു, ഇതൊരു ഹെവി വുഡൻ ബ്ലോക്ക് ആണ്, ഇതിലോട്ട് വന്നങ്ങ് ബുള്ളറ്റ് വന്നങ്ങ് തറച്ചു, പിന്നെ അതിന് സ്പീഡ് ഇല്ല. എന്നാൽ അതിന്റെ വെലോസിറ്റി എന്തുവാ? വന്ന് തറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ചെയ്തില്ല, ഇടിച്ച് നിന്ന് പെനിട്രേറ്റ് ചെയ്ത് അങ്ങ് തുളച്ച് കയറി ബ്ലോക്ക് ചെയ്തു. അന്നേരം അവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടോ 0. അന്നേരം ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, ആൻഡ് സ്റ്റോപ്ഡ് എന്ന് പറയുമ്പോൾ v is equal to 0 ആണ്. സെയിം പ്രോബ്ലം തന്നെ റിപ്പീറ്റ് ചെയ്തേ, വാല്യൂ പോലും വ്യത്യാസമില്ല. At a distance of 60 centimeter, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, s is equal to 60 centimeter. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതും പലർക്കും തെറ്റാറുണ്ട്. അന്നേരം നിങ്ങൾ ഓർത്തിരിക്കുക, ഇപ്പം 60 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 60 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് 60 ഡിവൈഡ് ബൈ 100, 50 ആണെങ്കിൽ 50 ഡിവൈഡ് ബൈ 100. അന്നേരം മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. s ഈക്വൽ ഇങ്ങോട്ട് തന്നെ എഴുതാമല്ലോ, s is equal to 60 by 100. s is equal to 0.6 അല്ലേ, 0.6 മീറ്റർ. ഓക്കെ, അന്നേരം ഇത്രയൊക്കെ ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ്? ഫോഴ്സുള്ള ഇക്വേഷൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. F is equal to ma. m ഉണ്ട്, a എന്ത് ഇല്ല, a നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ന്യൂട്ടൺ ഇക്വേഷൻ, v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. അതെടുക്കാനുള്ള കാരണം അറിയോ? ഇവിടെ v ഉണ്ട്, u ഉണ്ട്, s ഉണ്ട്, അതിൽ നമുക്ക് നൈസായി കണ്ടുപിടിക്കാം.
അന്നേരം വിക്ക് വരെ എന്ത് കൊടുക്കാം? സിമ്പിൾ, വി 0 ആയി, അന്നേരം 0 സ്ക്വയർ ഈക്വൽ യുവിന് വരെ എന്ത് കൊടുക്കാം? 90 സ്ക്വയർ പ്ലസ് 2a. a ആണ് കണ്ടുപിടിക്കേണ്ടത്, അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് കേട്ടോ. എസ് എന്ന് പറയുന്നത് 0.6. ഓക്കെ, 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കൊച്ചു പിള്ളേർ കൂട്ടി എഴുതില്ല, 0. 90 സ്ക്വയർ, 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. 0യുടെ സ്ക്വയർ 0 0 പ്ലസ് 2 into 0.6 എന്ന് പറഞ്ഞാൽ 1.2a. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 8100 is equal to 1.2a. a is equal to 8100 by 1.2 is equal to minus 6750. നിങ്ങൾ ചെയ്ത് നോക്കിയോണേ, ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല ഉത്തരം ചെയ്തത്, നിങ്ങൾ ചെയ്തേ. ഞാൻ ചിലപ്പോൾ ഇത് എല്ലാം ഒരു ചെയ്യിപ്പിച്ചതിൻ്റെ ഇതിലാണ് ഞാൻ ഉത്തരം എഴുതുന്നത്. അത് നിങ്ങൾ നോക്കിക്കണം, ചെയ്ത് നോക്കണം. കാൽക്കുലേറ്ററിൽ എൻ്റെ കൂടെ നിങ്ങൾ ഇത് ഒന്ന് ചെയ്ത് കറക്റ്റ് ആക്കി നോക്കണം. -6750. ആക്സിലറേഷൻ കണ്ടുപിടിച്ചേക്കുന്നത്, എ ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. അന്നേരം ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി നമുക്ക് എഫ് ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ്, എഫ് ഈസ് ഈക്വൽ ടു ma. എഫ് ഈസ് ഈക്വൽ ടു മാ എന്നൊന്നും വായിക്കരുത്. എഫ് ഈസ് ഈക്വൽ ടു ma. എഫ് ഈസ് ഈക്വൽ ടു മാ ഒരുമിച്ച് വായിച്ചാൽ മാന്ന് തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ എഫ് ഈസ് ഈക്വൽ ടു m into a. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു m നല്ല വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്, 0.04 into a. നമുക്ക് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇത് തെറ്റിയാൽ എഫും തെറ്റി, കാരണം ആക്സലറേഷൻ തെറ്റി കഴിഞ്ഞാൽ മൊത്തം പോയി. ഇവിടെ വരെ എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പക്ഷെ ഈ ഉത്തരം കറക്റ്റ് ആയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ പോയി. ശരിയാണെങ്കിൽ ഓക്കെ, -6750. നമ്മൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ മതി, എപ്പോഴും എല്ലാം പോസിറ്റീവ് ആണ്. -0.04 into -6750 എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു -270. ഫോഴ്സ് ആണ്, ഫോഴ്സ് ആകുമ്പോൾ യൂണിറ്റ് സംശയമില്ല പറയണം, ന്യൂട്ടൺ. ഇവിടെ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്പുണ്ട്. ഞാൻ റീകോയിൽ ഓഫ് എ ഗൺ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും റീകോയിൽ ഓഫ് എ ഗൺ കിട്ടുന്ന ഉത്തരം മൈനസിലായിരിക്കും, കാരണം ബാക്ക്വേർഡ് മോഷൻ ആണ്. ഇവിടെ ഉണ്ട് ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. റെസിസ്റ്റീവ് ഫോഴ്സ് എപ്പോഴും കിട്ടുന്നത് മൈനസിലായിരിക്കും, സംശയമില്ല പറയാം. കാരണം റെസിസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്പോസിംഗ് ആയിട്ടുള്ള ഫോഴ്സ്, ആ ഒപ്പോസിംഗ് ഫോഴ്സ് എപ്പോഴും എന്തിലായിരിക്കും? മൈനസിലായിരിക്കും. അന്നേരം എഫിന്റെ ഉത്തരം കിട്ടുന്നത് -270 ന്യൂട്ടൺ. കണ്ടോ, ഇത്രയും ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ കോളം വരയ്ക്കണം, നിങ്ങൾ താഴെ താഴെ എഴുതണം. ഒരിക്കലും വേറൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. എന്തും വേണ്ടി ടിപ്സ് പറഞ്ഞൊന്നും മാർജിനിൽ കൊണ്ടൊന്ന് ചുമ്മാ എഴുതരുത്, എല്ലാം നിങ്ങളുടെ മെയിൻ ഷീറ്റിൽ തന്നെ നല്ല വൃത്തിയായിട്ട് എഴുതും. ഇതും വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, അത് ഇച്ചിരി ഈസിയാണ്. എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. അന്നേരം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഒരു പേടി മാറിയെന്ന് എൻ്റെ വിശ്വാസം. യൂട്യൂബിൽ കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സിമ്പിളായിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല, എന്ത് സിമ്പിളായിട്ട് പഠിക്കും, ഇതിക്കുള്ള എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കും. ഫിസിക്സ് സിമ്പിളായിട്ട് തന്നെ, ലാസ്റ്റ് ചാപ്റ്റർ സിമ്പിളായിട്ട് പഠിക്കും. ഓക്കെ, അന്നേരം ലാസ്റ്റ് പ്രോബ്ലം, വെയിറ്റ് ആൻഡ് സീ നോക്കാം. അന്നേരം നമ്മുടെ നാലാമത്തെ പ്രോബ്ലം. ഈ 4 പ്രോബ്ലത്തിന്റെ പ്രത്യേകത ഞാൻ ആദ്യമേ പറഞ്ഞു. 4 പ്രോബ്ലവും വ്യത്യസ്തമായ പ്രോബ്ലമാണ്, കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. 4ാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ 4 പ്രോബ്ലം നമ്മൾ ഇന്ന് ചെയ്യിപ്പിക്കുന്നത്. ഈ 4 പ്രോബ്ലവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ കാണാം. എന്നാൽ നമുക്ക് 4ാമത്തെ പ്രോബ്ലത്തിലേക്ക് പെട്ടെന്ന് പോവാം. എ കോൺസ്റ്റന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഓഫ് മാസ് 3 കിലോഗ്രാം മാസ് എന്നിട്ടുണ്ട്. Changes its speed from 2 meter per second to 3.5 meter per second in 25 seconds. എന്തൊക്കെ കാര്യം അടുപ്പിച്ച് തന്നേക്കുന്നത് അല്ലേ, പടപടാന്ന് ഡേറ്റ തന്നിട്ടുണ്ട്. The direction of motion of the body remains unchanged. ഞാൻ വെട്ടിയതുപോലെ അല്ലേ. The direction of motion of the body remains unchanged. Okay. What is the magnitude and direction of force? ഒരു 2 കാര്യം കണ്ടുപിടിക്കാനുണ്ട്. വളരെ ഇത് മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അളവ്, കൃത്യമായിട്ട് കിട്ടുന്ന എത്രമാത്രമാണ് ഉത്തരം കിട്ടുന്നത്, അതാണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ കണ്ടുപിടിക്കാനുണ്ട് ഫോഴ്സിന്റെ, എളുപ്പത്തിൽ കണ്ടുപിടിക്കും.
ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റ ഒക്കെ ആദ്യം നമുക്ക് വൃത്തിയായിട്ട് എഴുതാം. മാസ് തന്നിട്ടുണ്ട് 3 കിലോഗ്രാം അല്ലെ. എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടാനുള്ള വഴിയായി, കാരണം ഡേറ്റ എല്ലാം നമുക്ക് പെട്ടെന്ന് എഴുതാം. ചേഞ്ചസ് ഇൻ സ്പീഡ് ഫ്രം 2 മീറ്റർ പെർ സെക്കൻഡ് ടു 5 മീറ്റർ പെർ സെക്കൻഡ്. രണ്ട് സ്പീഡ് എന്നാൽ ആദ്യത്തേനെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട്, രണ്ടാമത്തേനെ നമുക്ക് ഫൈനൽ വെലോസിറ്റി ആയിട്ട് എഴുതാമല്ലോ. 2 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് യു ആയിട്ട് എടുക്കാം. യു 2 മീറ്റർ പെർ സെക്കൻഡ്. വി എന്ന് പറയുന്നത് 3.5 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 25 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 25 സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, മാഗ്നിറ്റ്യൂഡ്. അന്നേരം എഫ് ഈസ് ഈക്വൽ ടു എം എ. നമ്മൾ എന്നിട്ട് എഫ് ഈസ് ഈക്വൽ എം എന്ന് എഴുതിയിട്ട് നമ്മൾ ഡേറ്റിലോട്ട് നോക്കുക. എം ഉണ്ട്, എ എന്ത്, എ കണ്ടുപിടിക്കരുത്. നിങ്ങൾ ആലോചിക്കുക, എഫ് ഈസ് ഈക്വൽ ഇങ്ങനെ എഴുതാവുന്ന ഇക്വേഷൻ. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. രണ്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. രണ്ട് വെലോസിറ്റി ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടി, അതാണ് v മൈനസ് യു ബൈ ടി. എന്ത് എളുപ്പം. എഫ് ഈസ് ഈക്വൽ ടു എമ്മിന് പകരം 3 ഇൻറ്റു v മൈനസ് യു ബൈ ടി. വിക്ക് പകരം കൊടുക്കാം v 3.5 മൈനസ് യുവിന് പകരം 2 ബൈ ടിക്ക് പകരം 25 അല്ലേ. 3 വിക്ക് പകരം 3.5 മൈനസ് യുവിന് പകരം 2 ബൈ ടിക്ക് പകരം 25. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക 0.18. ഇനി മറക്കരുത് എന്തുകൂടെ എഴുതണം. ഞാൻ ഇങ്ങനെ എഴുതിയാൽ ഉത്തരം ശരിയായോ, കറക്റ്റ് ആയോ? ഇല്ല, 100% കറക്റ്റ് ആയില്ല. യൂണിറ്റ് എഴുതണം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അവിടെ വെച്ച് നമ്മൾ ക്ലിയർ. അന്നേരം നമ്മൾ വിചാരിക്കും ഇത്ര എഴുതി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഓക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.5 മാർക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ, പിന്നെ എന്താണ് വിഷയം? നമ്മളിങ്ങനെ കണക്ക് കൂട്ടത്തില്ലേ, മാർക്കിന്റെ പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടും, ഇത്ര മാർക്ക് കിട്ടും. കറക്റ്റ് ആയിട്ട് SSC ഇതിന് ഫുൾ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് ഇതിന് കിട്ടത്തില്ല. കാരണം അറിയോ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചുള്ളൂ, ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവർ പറയുന്നുണ്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി റിമെയിൻസ് അൺചേഞ്ച്. ആ ബോഡിയുടെ മോഷന് യാതൊരു വ്യത്യാസവും ഇല്ല. വ്യത്യാസം വന്നാലേ ഫോഴ്സിന്റെ ഡയറക്ഷൻ വ്യത്യാസം വരത്തുള്ളൂ. അന്നേരം സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ദി ഫോഴ്സ് ഇതിന്റെ താഴെയായിട്ട് എഴുതണം. ഈസ് ഇൻ ദി ഫോഴ്സ് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. ആ ബോഡിയുടെ മോഷന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ്, കാരണം അത് അൺചേഞ്ച് ആണ്. ഇത്ര എഴുതുമ്പോഴത്തേന് 1.5 3 മാർക്ക്, 2 മാർക്കാണെങ്കിൽ 1 കറക്റ്റ് ആയിട്ട് കിട്ടും. അന്നേരം ഇതാണ് പ്രോബ്ലം ചെയ്യുന്നത്. ലോസ് ഓഫ് മോഷന്റെ ഇതുവരെയും പഠിപ്പിച്ചത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതാണ്. ഇത് എളുപ്പമല്ലേ? ഇത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ബെസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇഷ്ടപ്പെട്ട ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലപോലെ പ്രോബ്ലം ചെയ്യാം. അടുത്ത ടോപ്പിക്ക് നല്ല അടിപൊളി ടോപ്പിക്കാണ്. സിമ്പിൾ ആയിട്ട് പഠിക്കണം. എല്ലാം സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഓക്കെ വാ. ഓക്കെ.